വളരെ സന്തോഷിക്കുന്നല്ലേ? ശരിക്കും കുറച്ചോണ്ട് അടുത്തേക്ക് ചേർന്ന് നിൽക്കേ. ശരി, ചിരിക്കെ പെർഫെക്റ്റ്, കൊള്ളാം. വെരി ഗുഡ്. മുഴുവൻ താഴെ വീണു. ഈ മനുഷ്യര് പുതിയ മഹലിൽ പോലും ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. നമ്മള് ഭീകരമായ ഭൂതങ്ങളാണ്. മനുഷ്യർ നമ്മളെ പേടിക്കുകയല്ലേ വേണ്ടത്? ഇവിടെ ഈ ആൾക്കാര് ചെണ്ട കൊട്ടി നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരിക്കുക. നമ്മൾ പുതിയ സിംഗിന് വേണ്ടി മനുഷ്യരെ പേടിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന, ശല്യപ്പെടുത്തുന്ന ജോലിയെല്ലാം നമ്മുടേതാണ്. ആലുട്ടേല വരൂ, ഈ ഇവരുടെ വിവാഹം നമുക്ക് അലങ്കോലപ്പെടുത്താം. പേടിപ്പിക്കാൻ വൈകുന്നത് എന്തിനാ? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ, സോംബി ഡാൻസ്. ഇവരെല്ലാം നമ്മളെ പേടിക്കാത്തത്. ഞങ്ങൾ ഭൂതങ്ങളാണ്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭൂതബോസ് പറഞ്ഞിട്ടുണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന്. ഞങ്ങളെ ഇല്ലെങ്കിൽ ബോസിനോട് ഞങ്ങൾ പരാതി പറയും നിന്നെ പറ്റി. ഒന്ന് പതുക്കെ കുട്ടികളെ വീഴിക്കില്ലെന്ന്. നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുകയാണ്. ഇനി ഇവരെ നമുക്ക് നമ്മുടെ തനിനിറം കാണിക്കണം. കുട്ടികളെ പേടിപ്പിക്കുന്നോ? നാണല്ലോ നിനക്ക്? ഞങ്ങള് ഭൂതങ്ങളാണ്, പേടിപ്പിക്കാൻ എന്തിനു നാണിക്കണം? മനുഷ്യരുടെ കാര്യം പോട്ടെ, ആ കുതിര പോലും വെറുതെ നമ്മളെ വിട്ടില്ല. ആർക്കും പേടിയില്ലാതായാലുട്ടേല. പാടാ ഭൂതിയാസിനോട് ചെന്ന് പറയാം നമ്മുടെ ദുർഗതി എന്താണെന്ന്. ഓടിക്കോ, ഭൂതിയോ സിംഗ് എന്റെ പേര്. എല്ലാവരെയും പേടിപ്പിക്കുന്നത് എന്റെ ജോലി.
ലുട്ടേല പെട്ടേല ഇങ്ങനെ ഓടിക്കതച്ച് എവിടെ നിന്ന് വരുവാണ്? മനുഷ്യര് ഞങ്ങളെ കുളിപ്പിച്ച് കിടത്തി പൂട്ടിയ എന്താ മനുഷ്യർ അങ്ങനെ ചെയ്തെന്നോ? കുതിര പോലും നമ്മളെ വെറുതെ വിട്ടില്ല. ആർക്കും നമ്മളെ പേടിയില്ല. എന്തെങ്കിലും ചെയ്യൂ പുതിയ സിംഗ്, എന്തെങ്കിലും ചെയ്യൂ. ഭൂത് ബോസ് കാരണം ആർക്കും നമ്മെ പേടിയില്ല. എല്ലാവരും ഭൂത് ബോസിന്റെ പേര് പറയുമായിരുന്നു. എന്ത് ഭൂത് ബോസ് ഈയിടെ പൃഥ്വിലോകത്താണോ? ആ, അയാളുടെ ടീം മനുഷ്യരെ സഹായിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് അവർക്ക് ഭൂതങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല. ഭൂത്യ സിംഗ് എന്നാണ് എന്റെ പേര്. എല്ലാവരെയും പേടിപ്പിക്കുക എന്നതാണ് നമ്മുടെ ജോലി. എടോ വെറുതെ സംസാരിച്ചോണ്ടിരിക്കോ അതോ വല്ല ജോലിയും ചെയ്തോണ്ടിരിക്കോ? പേടിപ്പിക്കുക മാത്രമല്ല ഭീതി പരത്തുകയും ചെയ്യും. ഞാൻ ഈ ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഭൂത് ബോസ് പൃഥ്വിലോകത്തുണ്ടെന്ന വാർത്ത അഥവാ കൺഫേംഡ് ആണെങ്കിൽ എനിക്ക് അവന്റെ ഭൂതലോകത്തെ കീഴടക്കാൻ സാധിക്കും. ഈ ദേവൻ പാപം അവസാനിപ്പിക്കാനും കുട്ടികളോട് കൂട്ടുകിടാനും ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഇന്നേ വരെ നമ്മളെ ഭൂതലോകത്തേക്ക് കടക്കാൻ സമ്മതിച്ചിട്ടില്ല. അറിയാം. ഒന്ന് രണ്ട് തവണ ശ്രമിച്ചപ്പോ അവര് നിങ്ങളെ കുളിപ്പിച്ച് കിടത്തി. എന്നെയല്ല തല്ലിയത്, ഞാൻ തല്ലുകയായിരുന്നു. ഭൂതമായത് കാരണം ബഹുമാനം കൊടുക്കുകയായിരുന്നു. ശരിയാ പറഞ്ഞത്. ഭൂത് ബോസ് ആണെങ്കിൽ അങ്ങയുടെ ബഹുമാനം ശരിക്കും കൊള്ളവാക്കി. ഇതൊന്നും അധികം കാലം നിലനിൽക്കില്ല. ഭൂത് സിംഗ് എന്റെ പേര്. എല്ലാവരെയും പേടിപ്പിക്കുന്നത് എന്റെ ജോലി. ഇനി അവന്റെ ഭൂതലോകത്തെ ഞാൻ ആക്രമിച്ച് കീഴടക്കും. അവിടുത്തെ ഭൂതങ്ങളെല്ലാം എന്റെ പ്രജകളായി തീരും. മനുഷ്യരെ പേടിപ്പിക്കുന്ന സമയം ഇപ്പോൾ വീണ്ടും എത്തിയിരിക്കുന്നു. നമ്മുടെ ഭൂതങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ട്. നിന്റെ ഭൂതലോകത്തെ സംരക്ഷിക്കാമെങ്കിൽ സംരക്ഷിക്കൂ ഭൂത് ബോസ്. നിന്റെ ശാന്തതയുടെ സമയം അവസാനിച്ചിരിക്കുന്നു. മൂന്ന് ദിവസമായി ഉറങ്ങിയിട്ട് ഭൂത് ബോസിന്റെ കൂർക്കം വലി നമ്മുടെ ഉറക്കം ഇല്ലാതാക്കി. പക്കേല, നീ ഭൂമിയിലേക്ക് പഴുത്ത മാമ്പഴം പോലെ ടപ്പേന്നാണല്ലോ വീണത്. നിന്റെ മേലേക്ക് വീഴഞ്ഞത് ഭാഗ്യം. മുട്ടയെ ഇല്ലി തകർന്നു പോയേനെ. ഞാൻ മുട്ടയാണോ? സോറി പറ. സോറി, നീ മുട്ടയല്ല, പുഴുത്ത മത്തങ്ങയാടാ. ഒന്ന് മതിയാക്ക്. എന്നെ എന്തിനാ വിളിച്ചുണർത്തിയത്? എവിടെയെങ്കിലും പാപം നടക്കുന്നുണ്ടോ? ഇല്ല ബോസ്, എവിടെയും ശാന്തി, ശാന്തി തന്നെ ശാന്തി. ഓ ശാന്തി. എങ്കിൽ ശാന്തമായി ഉറങ്ങട്ടെ. എന്റെ അമ്മോ, ഈ കുഴലൂത്ത് ശബ്ദത്തിൽ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. ഇത് കൂനിന്മേൽ കുരു പോലെയായി. 8-10 ദിവസം സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ മതിയാവും. ഐഡിയ. ഇത് നല്ല ഐഡിയ ആണ്. തക്കേല, അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂന്നേ. ഒരു പ്രയോജനമില്ലടോ. ഈ ശബ്ദത്തിൽ ഇത് മാറണമെങ്കിൽ എവിടെയെങ്കിലും പോയാ പറ്റൂ. എങ്കിൽ പോയേക്കാം ഇഷ്ട. ഉറക്കമില്ലാത്തോണ്ട് നിന്നെ കളിയാക്കാനും തോന്നണില്ല. വാടോ. കുട്ടികളെ സൂക്ഷിച്ച് 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 മാറിയേക്ക് മാറിയേക്ക് മാറ്. A B C. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. അയ്യോ 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 ഓടിക്കോ ഓടിക്കോ, രക്ഷപ്പെടാ. ഇതെന്താ സംഭവിക്കുന്നത്? അയ്യോ, ഇതെന്താ സംഭവിക്കുന്നത്? മനസ്സിലാവുന്നില്ലല്ലോ.
ആരാ നിങ്ങളൊക്കെ? ലുട്ടേല പിട്ടേല കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. ലുട്ടേല പിട്ടേല ഇവരാണ്. ഇവര് പറഞ്ഞു തരും ഞങ്ങൾ ആരാണെന്ന്. എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്ന ഇദ്ദേഹമാണ് ഭൂതിയ സിംഗ്. നിങ്ങള് ഭൂതങ്ങളായിട്ട് ഭൂതങ്ങളെ പേടിപ്പിക്കുകയാണോ? ഭൂതിയ സിംഗ് എന്റെ പേര്. എല്ലാവരെയും പേടിപ്പിക്കുന്നത് എന്റെ ജോലി. ഇവിടെ ഭൂത് ബോസിന്റെ നിയമമാണ് നടക്കുന്നത്. ഭൂത് ബോസ് ആരെയും പേടിക്കുന്നില്ല. നോക്ക്, ഇത് നല്ല ഭൂതങ്ങളുടെ ലോകമാണ്. നിങ്ങൾക്ക് ഇവിടെ കഴിയാൻ ഒക്കില്ല. ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുകയില്ല. ഞങ്ങൾ ഭൂത് ബോസിന്റെ കൂടെയാണ്. ലുട്ടേല പിട്ടേല എത്ര കാലം നല്ലവരെ പോലെ കഴിയും? ഒടുവിൽ ഞങ്ങളുടെ മുന്നിൽ മടങ്ങി വരൂ. അയ്യോ, ഞങ്ങൾ തല്ലല്ലേ. അനുസരിക്കാത്തിടത്തോളം ഇവരാരും നിർത്താൻ പോണില്ല. വേണ്ട വേണ്ട, നിങ്ങൾ പറയുന്നത് എന്തും അനുസരിച്ചോളാം. വേണ്ട. മിണ്ടിപ്പോകരുത്. ഇന്നു മുതൽ നാം ഭൂതലോകത്തിന്റെ രാജാവാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, ഇവിടുത്തെ എല്ലാ ഭൂതങ്ങളും മനുഷ്യരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കണം. ഭൂതങ്ങളുടെ നഷ്ടപ്പെട്ട സ്റ്റാറ്റസ് തിരിച്ചു പിടിക്കണം. പക്ഷേ ഭൂത് ബോസ് ആരെങ്കിലും അയാളുടെ പേര് പറഞ്ഞാൽ, അല്ലെങ്കിൽ അയാളോട് എന്തെങ്കിലും പറഞ്ഞാൽ അയാൾക്കുള്ള ശിക്ഷ ഞാൻ സ്വയം നൽകുന്നതാണ്. ഞാൻ തല്ലിക്കൊണ്ടായിരിക്കും ശിക്ഷ നൽകുക. വരൂ, എന്നെ പാപ്പോമീറ്ററിന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. ഞാൻ അതിനെ റീസെറ്റ് ചെയ്യും. അല്ലേ, മുദ്രാവാക്യം ശരിക്കും വിളിക്കു കൂട്ടരെ. ഭൂതങ്ങള് ജീവനോടെ എങ്ങനെ ഇരിക്കാനാ? ഇന്ന് ഇപ്പോൾ മുതൽ നമ്മുടെ നിയമം പ്രാബല്യത്തിലുണ്ടാകും. എല്ലാ ഭൂതങ്ങളും ദിവസേന കുറഞ്ഞ പക്ഷം 2 മനുഷ്യരെ പേടിപ്പിക്കേണ്ടതുണ്ട്. മനസ്സിലായോ? 2 മനുഷ്യരിൽ കൂടുതൽ പേരെ പേടിപ്പിക്കുന്ന ഭൂതത്തിന് അയാൾക്ക് സമ്മാനം ലഭിക്കുന്നതാണ്. ഇനി പാപം പീറ്റർ പറഞ്ഞു തരും ആരാണ് ഭൂതങ്ങളെ പേടിക്കാത്തവരെന്ന്.
നല്ല ശ്രമമായിരുന്നു. ഭൂതത്തിനെ ആരെ പേടിക്കുന്നേ? വണ്ടി വല്ലാതെ ചൂടായി. ഇന്ന് രാത്രി ഇവിടെ തങ്ങാം. പേടിക്കുന്നത് എന്തിനാ? ഇവിടെ ഭൂതങ്ങളെ ശല്യപ്പെടുത്തിയാല് അവരെ ഇടിച്ചിടിച്ച് നിരപ്പാക്കും ഞാൻ. ആഹാ, സത്യമായിട്ടും നിങ്ങൾ എന്ത് ധൈര്യവാനാ. മോനെ, ഈ ഘോഷയാത്ര ഇതിലേ പോകരുത്, അതിലേ പോകണം. ആലിന്റെ ചോട്ടില് ഭൂതമുണ്ട്. എന്റെ അമ്മേ, ഭൂതങ്ങളെ പേടിക്കേണ്ടതില്ല. ഭൂതങ്ങള് നമ്മുടെ സുഹൃത്തുക്കളാണ്. നോക്ക്, ആ ഭൂത് ബോസ് കാരണം നമ്മുടെ അന്തസ്സ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സഭാഷ് എന്റെ ഭൂതങ്ങളെ, പോകൂ, എന്നിട്ട് ലോകത്തോട് പറയൂ നമ്മൾ ഭൂതങ്ങളുടെ ശക്തി എന്താണെന്ന്. ഭൂത്യാ സിംഗ് എന്റെ പേര്, എല്ലാവരെയും പേടിപ്പിക്കുന്നത് എന്റെ ജോലി. നമുക്ക് ഈ കുട്ടികളെ പേടിപ്പിക്കാം. ഭൂതമായിട്ട് വന്ന് പേടിപ്പിക്കുന്നോ? ഞങ്ങൾ ഇന്ന് പിള്ളേരാന്ന് വിചാരിച്ചോ? അതെയോ? ഇപ്പൊ പറഞ്ഞു തരാം. അനക്കൊണ്ടാ, ഞങ്ങൾ എത്തി. ഒക്ടോപ്പസ് ആണല്ലോ. ഈ ഭൂതം നല്ലതല്ല, ഈ കഷ്ടപ്പെടുത്തത്. ഓടിക്കോ ഓടിക്കോ, ഭൂതങ്ങൾ വന്നു. ഓടിക്കോ ഓടിക്കോ, ഭൂതങ്ങളെ ഭൂതങ്ങളെ, ഭൂതം വന്നു. ഓടിക്കോ, രക്ഷപ്പെട്ടോ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. എവിടെ പോവാന്ന്? അയ്യോ, ഭൂതമാണത്. ആരെങ്കിലും ഒന്ന് രക്ഷിക്ക്, ആരെങ്കിലും രക്ഷിക്ക്. അയ്യോ, പേടിക്കണ്ട, ഞാൻ നല്ല ഭൂതമാണ്. ആക്ച്വലി ഞങ്ങൾ നല്ല ഭൂതങ്ങളാണ്. ഫ്രണ്ട്ലി ഗോസ്റ്റ്. പക്ഷെ ആ ഭൂതമാണ് ഞങ്ങളെ എല്ലാവരും പേടിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് ഏത് ഭൂതമായിരിക്കും മനുഷ്യരെ പേടിപ്പിക്കുന്നത്? വരൂ, നമുക്ക് പോയി അന്വേഷിക്കാം. നീ വരണ്ട, നിന്നെ കൊണ്ട് പറ്റില്ല. നീ തക്കേലയാ. ഹലോ 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 ഹലോ, തക്കേലി ആയിട്ട് പോലും നിന്നെ പോലുള്ള പക്കേലേക്കാൾ വളരെ മിടുക്കനാണ് ഞാൻ. പോവാം. ലാ, 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 ലാ. എനിക്ക് തോന്നുന്നു ഭൂതാണെന്ന്. ഞാൻ ഭൂതം തന്നെയാണ്. അയ്യോ, പല്ലി. ഗൗളിയെ പേടിക്കുന്നോ നീ? പിന്നെ നീ ആരെയോ പേടിക്കുന്നത്? മുതലയെയോ അതോ പിന്നെ ഡൈനോസറിനെയോ? ഭൂതം ഭൂതം ഭൂതം. ആ ഭൂതം വന്നു. നിങ്ങളുണ്ടല്ലോ ഇതിനെ അടിച്ചടിച്ച് കൊല്ലും. ഇവൻ എന്നെ ഇടിച്ചിടിച്ച് കൊല്ലുമെന്നോ? അയ്യോ,
എടീ, ഓടിക്കോ, ഭൂതങ്ങളാണ്. ഓടിക്കോ, 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 ഓടിക്കോ. ഇതെന്തായി നടക്കുന്നത്? ഇത്രയേറെ ഭൂതങ്ങൾ എവിടെ നിന്ന് വന്നു? എന്തോ പന്തികേടുണ്ടല്ലോ. വരൂ, ബോസിനോട് പറയാം. ഫിറ്റ് ആയിട്ടിരിക്കുവാൻ എക്സസൈസും അത്യാവശ്യമാണ്. ഓ. ഭൂത് ബോസിന്റെ ഈ വിവരം ആദ്യം ഞാൻ അറിയിക്കും. നീ തക്കേലയാണ് ബ്രോ. അത് ഞാൻ തന്നെ എത്തും. ബൈ ബൈ. കുതിരപ്പന്തയത്തില് കഴുതയോ ഓടാന്നോ? സോറി. വാ വാ വാ. വിഡ്ഢികളെ, നോക്കി പറന്നുകൂടെ നിങ്ങൾക്ക്? ഞാൻ അങ്ങേ നോക്കിയിട്ടാ പറഞ്ഞത്. എന്നിട്ടും കൂട്ടിമുട്ടിയില്ലേ? നീ നോക്കിയതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായത്? എന്താ ഉണ്ടാവാഞ്ഞത്? ആദ്യം ഞാനാ എത്തിച്ചേർന്നത്. കാര്യം ഞാനാ പറയുക. ഞാൻ ആദ്യം ഞാൻ എവിടെ എത്തിയത്? കാര്യം ഞാൻ പറയും. ഹോ, വെടിയുണ്ടകളെ, നിങ്ങൾ ഒരുമിച്ചാ എത്തിയത്. ഒരുമിച്ച് ഇനി തട്ടുകിട്ടുകയും ചെയ്യും. ഒരുമിച്ച് തന്നെ പറയൂ. ബോസ് ബോസ്, നഗരത്തിലുണ്ടല്ലോ കുറെ ഭൂതങ്ങള് മനുഷ്യരെ പേടിപ്പിച്ചോണ്ടിരിക്കുക. വളരെ ഭയാനക ഭൂതങ്ങളാ, നമ്മുടെ ലോകത്തെ അല്ലാതെ. അതെയോ? അപ്പൊ ആരായിരിക്കും അവര്? ഭൂതിയ സിംഗിന്റെ കൂട്ടാളികളാണ് ബോസ്. ഭൂതിയ സിംഗ്? ആ, അവര് ഭൂതലോകം കീഴടക്കിയിരിക്കുന്നു. ഭൂതിയ സിംഗ് തന്നെയാണ് ജനങ്ങളെ പേടിപ്പിക്കാനായി ഭൂതങ്ങളെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ബോസ്. ഞാൻ അവരെ വിലക്കിയതായിരുന്നല്ലോ. എന്നിട്ടും ഈ ഭൂതിയ സിംഗ് ഭൂതലോകത്തേക്ക് പ്രവേശിച്ചല്ലോ. അത് മാത്രമല്ല ബോസ്, അവൻ പാപോമീറ്ററിൽ കൃത്രിമം കാട്ടി. പാപോമീറ്റർ ഇപ്പൊ അവരെ പറ്റിയാ പറയുന്നത്, ഭൂതങ്ങളെ പേടിയില്ലാത്തവരെ പറ്റി. ആ ഭൂതിയ സിംഗിന് എത്രമാത്രം ധൈര്യമോ! ആ ഭൂതിയ സിംഗിനെ നമുക്കൊരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ട്. ഡം ഡം ഡം. വരൂ, നമുക്ക് ആ ഭൂതിയ സിംഗിന്റെ അക്രമം അവസാനിപ്പിക്കാം. ലുട്ടേല, ഭൂതിയ സിംഗ്, രണ്ട് കുട്ടികളെ പേടിപ്പിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടി. കുട്ടികളി മാറിയിട്ടില്ല നിങ്ങൾ രണ്ടുപേരുടെ. കുട്ടികളെ പേടിപ്പിക്കുന്നു രണ്ടുപേരും കൂടി. വേറെ കുട്ടികളെയാണ് പേടിപ്പിക്കുന്നത്. ഭൂതിയ സിംഗ്, ഞങ്ങൾ ആ വിവാഹ പാർട്ടിയെ ശരിക്കും പേടിപ്പിച്ചു. സബാഷ്. ഇതിനാണ് പറയുന്നത് ഭൂതം. ഭൂതിയ സിംഗ്, ഞാൻ വിലക്കിയിരുന്നതല്ലേ ഭൂതലോകത്തേക്ക് ഒരിക്കലും വരരുതെന്ന്? നമ്മൾ വന്നു കഴിഞ്ഞു. എന്താ വേണ്ടതെന്ന് വെച്ചാ ചെയ്യ്. മിണ്ടാതെ പോയിക്കൊള്ളണം, ഇല്ലെങ്കിൽ ആ തല്ല് കിട്ടും. ഭൂതങ്ങളുടെ രാജാവിനെ ഭീഷണിപ്പെടുത്തുന്നോ? മാൻ ടു മാൻ മാർക്കിംഗ്. ഇങ്ങനെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റില്ലല്ലോ. പറയൂ, നിങ്ങൾ എല്ലാവരും ഭൂതിയ സിംഗിന്റെ കൂട്ടുകാരാണെന്ന്. ഭൂതിയ സിംഗ്, പാവപ്പെട്ട ആളുകളെ എന്തിനു പേടിപ്പിക്കുന്നു? ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് മല്ലിട്. അത് പിന്നെ ഞാൻ പോരാടാ, പേടിക്കുന്ന എന്തിനാ? അതിൽ തോൽക്കുന്നവൻ എന്നേക്കുമായി ഭൂതലോകം വിട്ടു പോകേണ്ടി വരും. വിട്ടികളെ, നിങ്ങൾ എന്റെ സൈഡോ ആദ്യം ഭൂത് ബോസിന്റെയോ? എന്നെ കൊല്ലിക്കാനാണോ? വിഷമിക്കാതിരിക്കും ഭൂതിയ സിംഗ്. അടിച്ച വഴിക്ക് പോകാൻ തയ്യാറല്ലെങ്കിൽ പോയ വഴിക്ക് അടിക്കാൻ ഞാൻ തയ്യാറുണ്ടല്ലോ. ലുട്ടേല, നീ എന്നൊട്ടാ അടിച്ചു വരാൻ തുടങ്ങിയത്? എനിക്ക് സമ്മതമാണ്. ആരും ഇടയിലേക്ക് വന്നേക്കരുത്. ലുട്ടേല പ്ലാനുമായി തയ്യാറിരിപ്പുണ്ട് ഭൂതിയ സിംഗ്. അതിന്റെ ഒന്നും ആവശ്യം വേണ്ടി വരില്ല.
ബോസ്, നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ എനിക്കറിയാം. എന്നെ തോൽപ്പിക്കാൻ വന്നിരിക്കുന്നു. ഈ പാവഭൂതങ്ങൾ നീ എങ്ങനെ രക്ഷിക്കും? അയാളുടെ ടീം മനുഷ്യനെ സഹായിച്ചോണ്ടിരിക്കുക. എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ മാനം കപ്പൽ കയറും. അതായത് ഇനി പ്ലാൻ ബി നോക്കാം. അല്ലെങ്കിൽ ഈ കുട്ടികളെ എന്നേക്കുമായി കുപ്പിയിലടയ്ക്കുന്നതാണ്. ഇത് ചീറ്റിംഗ് ആണ്. കുട്ടികളെ ഒന്നും ചെയ്തേക്കരുത്, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ല. ജയിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഓ, തക്കേല, കണ്ടില്ലേ നീ? അവൻ കാലി ബോട്ടിൽ എറിഞ്ഞു ബോസിന്റെ നേർക്ക്. ആ പക്കേല, ഇവൻ കരുതി ബോസിന്റെ തലയിൽ മുഴ ഉണ്ടാവുമെന്ന്. അതോടെ ബോസ് കീഴടക്കുമെന്ന്. എടാ വഞ്ചക, തട്ടിപ്പുകാരാ, നീ കള്ളം പറഞ്ഞു ഞങ്ങളോട്. ഇത് ചതിയാണ്. ചീറ്റിംഗ് ചെയ്തു നീ, ഭൂതിയ രാജ. ജയിച്ചു ഞാൻ. ഭൂതിയ സിംഗ് എന്നാണ് എന്റെ പേര്. എല്ലാരെയും ഭയപ്പെടുത്തുക എന്റെ ജോലി. ഇനി ഭൂത് ബോസ് ഒരിക്കലും ഭൂതലോകത്തേക്ക് വരില്ല. പക്കേല, നമ്മുടെ ബോസ് അപകടത്തിലാണ്. അദ്ദേഹത്തിന് നമ്മുടെ സഹായം ആവശ്യമുണ്ട്. എങ്കിൽ വരൂ, നമുക്ക് നമ്മുടെ ബോസിനെ രക്ഷപ്പെടുത്താം. നോക്ക്, നമ്മുടെ ലോകത്തേക്ക് ധാര വന്നെന്ന്. അവനെ അടിക്ക്. പക്കേല, മുതലയായി തീരെ, വേഗം.
ഞാൻ ഭൂതരാജാവിനോട് തോറ്റുപോയി തക്കൂ പൊക്കൂ. ഇനി എനിക്ക് ഒരിക്കലും ഭൂതലോകത്തേക്ക് തിരിച്ചു പോകാനാവില്ല. ഇല്ല ബോസ്, അവൻ നിങ്ങളെ ചതിയിൽപ്പെടുത്തി അകത്താക്കിയതാണ്. ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? കുട്ടികൾ അപകടത്തിലായിരുന്നു. എന്തു തന്നെയായാലും ഞാൻ തോറ്റുപോയില്ലേ. സോറി ബോസ്, പക്ഷേ ഇനി മനുഷ്യത്വം കാണിക്കേണ്ട സമയമാണ്. നമ്മൾ ഭൂതങ്ങളാണ്. നല്ലവരാണെന്ന് വെച്ചെന്താ? തെമ്മാടി ഭൂതങ്ങളെ ചിലപ്പോഴൊക്കെ ഭൂതത്തരം കാണിക്കേണ്ടി വരും ബോസ്. ശരിയാ പറയുന്നത്. ഈ കുട്ടികള് ഭൂതിയ സിംഗ് എല്ലാം തകർത്ത് കളഞ്ഞു. ഞാൻ എന്റെ പേരക്കുട്ടിയെ കാണാനായി ചെന്നപ്പോ അവരെന്നെ പേടിപ്പിച്ചു വിട്ടു. എന്തിന്? അത് ഞാനും ഭൂതമാണല്ലോ. ആ ഭൂതിയ സിംഗിന്റെ തെമ്മാടി ഭൂതങ്ങള് വീണ്ടും ഭൂതങ്ങളുടെ ഭീകര ഇമേജ് ഉണ്ടാക്കിയിരിക്കുക. ഭൂത് ബോസ്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ശരിയാക്കാനൊക്കൂ. പക്ഷേ അതെങ്ങനെ? പക്ഷെ കുട്ടികൾക്ക് യാതൊരു ദോഷവും വരാൻ അനുവദിക്കില്ല. ഒരു മാർഗമുണ്ട്. എന്ത്? ഈ ജോലി നമ്മള് ഇന്ന് രാത്രി തന്നെ ചെയ്യണം. ടുനൈറ്റ്. എന്നിട്ട് നാളെ തന്നെ ആ ഭൂതിയ സിംഗിന് അവൻ ചെയ്ത പാപത്തിന് ശിക്ഷ കൊടുക്കണം. തക്കേല, ഒരു സൂത്രം ചെയ്താലോ? പറന്ന് ക്ഷീണിച്ചു ഞാൻ. രക്ഷപ്പെട്ടു നീ. ഇല്ലെങ്കിൽ ഇവര് കൊതുകിനെ പോലെ നിന്നെ ചതച്ചരച്ചേനെ. ഇത് നിന്റെ ഐഡിയ ആയിരുന്നില്ലേ? ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് ആനയുടെ വേഷത്തിൽ വരാമെന്ന്. ആനയുടെ വേഷത്തിൽ വന്നാ ഇവര് നമ്മളെ കാണില്ലായിരുന്നോ? നമ്മൾ ആരും അറിയാതെയാണ് നമ്മുടെ ജോലി ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാതെ വരൂ. ഈ രാത്രി തന്നെ ഭൂതലോകം മുഴുവൻ ഒഴിപ്പിക്കേണ്ടതാ. ഫുൾ എംപ്റ്റി. വരൂ വരൂ. കൊള്ളാലോ, ഭൂതലോകം മൊത്തം ശ്മശാനം പോലെയായി. ഇതെല്ലാരും എവിടെ പോയി? ഈ ഭൂതലോകത്തെ ഭൂതങ്ങളെല്ലാം ഇത് എവിടെ പോയി? തോന്നുന്നത് നമ്മളോടുള്ള പേടി കാരണം എല്ലാവരും ഓടിപ്പോയെന്ന്. ഇല്ല, എന്തോ കുഴപ്പമുണ്ട്. ബുദ്ധിയൊക്കെ ഉണ്ട് നിനക്ക്, പക്ഷെ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇന്നത് ശരിയാക്കിയേ മതിയാവൂ. വ്യവസ്ഥ അനുസരിച്ച് നീ ഇവിടെ വരാൻ പാടില്ല. ഇത് തെറ്റാണ്. തെറ്റ് നീയാണ് ചെയ്തത്. കുട്ടികളുടെ മറവിൽ വഞ്ചന നീയാണ് ചെയ്തത്. ഇന്ന് ഞാൻ നിനക്ക് നല്ല ഭൂതങ്ങളുടെ ശക്തി കാണിച്ചു തരാം. നീ വിരട്ടി കാണിക്കുന്നു. ഇപ്പൊ തന്നെ കുട്ടികളെ ഞാൻ കുപ്പിക്കുള്ളിൽ അടയ്ക്കും. ഭൂത്തിയാന്ന് പറയുന്ന ആരുമില്ല. അവരെ എല്ലാവരെയും ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു കഴിഞ്ഞു. വിഡ്ഢികളെ, നീയൊക്കെ ഉറങ്ങുമായിരുന്നു. അല്ലാതെ എന്ത് ചെയ്യാൻ? വരൂ, നമുക്ക് പാപം അവസാനിപ്പിക്കാം.
ലുട്ടേല പിട്ടേല, ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ അവസ്ഥ ലുട്ടേലി പിട്ടേലിയാക്കി മാറ്റും. ഇന്ന് നിന്റെ ഓരോ ആക്രമണവും നിന്നെ തിരിച്ചടിക്കും. കൊല്ലവനെ, കൊല്ല. അത് ശരി, ഈച്ചയായി വന്ന് മൂക്കി കയറാൻ നോക്കുവാണോ? ഇപ്പൊ നീ എന്റെ വരുതിയിലായി. ഇനി ഞാൻ നിന്നെ മരുഭൂമിയിലെ ആഴത്തിൽ കുഴിച്ചു മൂടും നിന്നെ. പിന്നെ നിനക്ക് ഒരിക്കലും വെളിയിലേക്ക് വരാനാവില്ല. വേണ്ട, വിട്ടേര്. അയ്യോ, മാപ്പ് തരണേ. ഞാനിനി ഭൂതലോകത്തേക്ക് തല തിരിച്ചു വെച്ച് ഉറങ്ങുക പോലുമില്ല. ഭൂതങ്ങളെ ഓർത്തെങ്കിലും എനിക്ക് മാപ്പ് തരണേ. ഭൂതങ്ങളോടുള്ള ബഹുമാനം കാരണം നിന്നെ ഞാൻ വെറുതെ വിടുകയാണ്. ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരികെ വന്നേക്കരുത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ഇൻവിറ്റേഷന്റെ ആവശ്യമുണ്ടോ? ഇന്നു തൊട്ട് ഭൂതലോകത്ത് വീണ്ടും പഴയ നിയമങ്ങൾ നടപ്പിലാകും. എല്ലാവരും ഓർമ്മിക്കുക, നമ്മൾ മനുഷ്യരെ പേടിപ്പിക്കാൻ പാടില്ല. അവരുടെ സുഹൃത്തുക്കളായി പാപം അവസാനിപ്പിക്കണം. വരൂ, ഏറ്റവും ആദ്യം പാപോമീറ്റർ പുതിയതാക്കി മാറ്റാം. പാപോമീറ്റർ ശരിയായി. ചെറിയൊരു കുട്ടിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. ഇത് പാപമാണല്ലോ. നമ്മൾ ത്രിമൂർത്തികള് പാപത്തിന്റെ അന്തകരാണ്. വരൂ, നമുക്ക്